ഹലോ. ഹലോ, ക്ലിയർ ആവുന്നുണ്ടോ? ഹലോ. ഹലോ, ക്ലിയർ ആകുന്നുണ്ടോ? കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം. ഈ സെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഓക്കെ. ഐസെറ്റ് എക്സാമിൻ്റെ ഒരു സ്ട്രീമിങ്ങിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഐസെറ്റ് എക്സാം നമുക്കറിയാം IAME കണ്ടക്ട് ചെയ്യുന്ന ഒരു ഇൻ്റർനാഷണൽ സ്കിൽ എൻഹാൻസ്മെൻറ്റ് ട്രെയിനിങ് എക്സാമാണ് ഐസെറ്റ് എക്സാം എന്ന് നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഐസെറ്റ് എക്സാമിൻ്റെ സമയം അടുത്തുകൊണ്ട് വരികയാണ്. ഏകദേശം രജിസ്ട്രേഷൻ്റെ സമയമൊക്കെ ആയിട്ടുണ്ട്. വൈകാതെ തന്നെ നിങ്ങൾക്ക് ഐസെറ്റ് എക്സാം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2024 വന്നിട്ടുള്ള ഐസെറ്റ് എക്സാമിൽ ഉള്ള ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ചോദിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഐസെറ്റ് എക്സാം കുട്ടികൾക്ക് ഇതുപോലുള്ളൊരു ഷീറ്റായിരിക്കും നിങ്ങളുടെ കുട്ടികൾക്ക് കിട്ടുക. ഐസെറ്റ് എക്സാം, അതുപോലെ തന്നെ രജിസ്റ്റർ നമ്പർ, 2 മണിക്കൂർ എക്സാം ഉണ്ടാവും. 2 മണിക്കൂർ എക്സാമിൽ മാക്സിമം 100 മാർക്കിനായിരിക്കും എക്സാം ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ നെയിം ഓഫ് ദ സ്റ്റുഡൻറ്റ്, നെയിം ഓഫ് ദ സ്കൂൾ, അതൊക്കെ എഴുതാനുണ്ടായിരിക്കും. നിങ്ങളുടെ കുട്ടികളുടെ ടീച്ചേഴ്സ് അവരെ അതിന് വേണ്ടിയിട്ടുള്ള ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് എന്ന ഉള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ഇതിൽ പറഞ്ഞിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് all questions are compulsory. All multiple choice questions carry 2 marks. Skill assessment questions carry 10 marks. The total marks for the exam are 100. Choose the most appropriate answer from the given options and use the provided answer sheet for recording your answers. അതായത് എല്ലാ ക്വസ്റ്റ്യൻസും എഴുതൽ നിർബന്ധമാണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന് 2 മാർക്കാണ് വരുന്നത്. അതുപോലെ തന്നെ സ്കിൽ അസസ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് ഉണ്ടായിരിക്കും, അതിന് 10 മാർക്കാണ് വരുന്നത്. അങ്ങനെ ടോട്ടൽ 100 മാർക്കാണ് വരുന്നത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വർഷം വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് യു ഹാവ് 5 ആപ്പിൾസ് ആൻഡ് യു ഗിവ് 2 away, ഹൗ മെനി ആപ്പിൾസ് ഡു യു ഹാവ് ലെഫ്റ്റ് വിത്ത് യു? ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങളുടെ കയ്യിൽ 5 ആപ്പിൾ ഉണ്ട്, അതിന് നമ്മൾ 2 എണ്ണം കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി എത്ര ആപ്പിൾ ഉണ്ടാവും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണം, എങ്ങനെയാണ് ഇത് എഴുതേണ്ടത്, എങ്ങനെയാണ് ഇത് പറഞ്ഞു കൊടുക്കേണ്ടത്. കുട്ടികൾ ചിലപ്പോൾ പെട്ടെന്നൊക്കെ ഒരു ആൻസർ പറഞ്ഞേക്കാം. നമുക്ക് അറിയാം, കുറച്ച് നമ്മൾ ചിന്തിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ ഒരു കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പഠിക്കുന്ന കുട്ടികളല്ലേ. 5 ആപ്പിൾ നിങ്ങളുടെ കയ്യിലുണ്ട്, 2 ആപ്പിൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എത്ര ആപ്പിളാണ് ബാലൻസ് ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ അവരോട് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കണം അവർക്ക്. അപ്പോൾ 3 ആപ്പിളുകളാണ് ഉണ്ടാകട്ടോ. അപ്പോൾ അത് ആൻസർ നമുക്കറിയാം. ആൻസർ നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് തോന്നിട്ടുള്ളത് നോക്കാം. വിച്ച് വേർഡ് ഈസ് ദ ഓപ്പോസിറ്റ് ഓഫ് അപ്പ്? താഴെ ഓപ്ഷൻസ് 4 കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഓപ്ഷൻസ് 4 കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ഈ 4 ഓപ്ഷൻസിൽ അപ്പ് എന്ന വാക്കിന് ഓപ്പോസിറ്റായിട്ട് വരുന്ന വേർഡ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഡൗൺ ഉണ്ട്, ലെഫ്റ്റ് ഉണ്ട്, റൈറ്റ് ഉണ്ട്, ഫോർവേഡ് ഉണ്ട്. നമുക്കറിയാം അപ്പ് ആണെന്നുണ്ടെങ്കിൽ ഡൗൺ ആയിരിക്കും എന്ന ആൻസർ നമുക്കറിയാം. അപ്പോൾ അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇത് ഒരു എക്സാമ്പിൾസ് ആണ്, ഇതുപോലത്തുള്ള പാറ്റേൺസിനായിരിക്കും നിങ്ങൾ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡു യു യൂസ് ടു കട്ട് പേപ്പർ? പേപ്പർ കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു എക്യുപ്മെൻറ്റ് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പേപ്പർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളതിൽ എന്താണ് യൂസ് ചെയ്യുക? ചിലപ്പോൾ നമ്മൾ പലതും ആൻസർ പറഞ്ഞേക്കാം. അപ്പോൾ അതിൽ ഓപ്ഷൻസ് നോക്കാം. നൈഫ് ഉണ്ട്, സിസേഴ്സ് ഉണ്ട്, സ്പൂൺ ഉണ്ട്, ഫോർക്ക് ഉണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടാവും. വാട്ട് ഡു യു യൂസ് ടു കട്ട് പേപ്പർ എന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്കറിയാം എന്താണ് ആൻസർ. ഈസ് ദ സിസേഴ്സ് ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഫ്രൂട്ട് ഈസ് നോൺ ടു കീപ് ഡോക്ടേഴ്സ് അവേ വെൻ ഇറ്റ് ഈസ് ഈറ്റൺ എവരി ഡേ?
നമ്മൾ ഇതിൽ 4 ഫ്രൂട്ട്സുകൾ താഴെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ബനാന കൊടുത്തിട്ടുണ്ട്, ഓറഞ്ച് കൊടുത്തിട്ടുണ്ട്, ആപ്പിൾ കൊടുത്തിട്ടുണ്ട്, മാംഗോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഫ്രൂട്ട് കഴിക്കുന്ന സമയത്ത് നമ്മൾ സ്ഥിരം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടർമാരിൽ നിന്നും ഒക്കെ അകല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡോക്ടർ കാണേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ ഒരു ഫ്രൂട്ട് ഇതിലുണ്ട്. ആ ഫ്രൂട്ട് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതായിരിക്കും നമുക്കറിയാം. ഓപ്ഷൻ സി ആപ്പിൾ. ആപ്പിൾ ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. അതൊക്കെ നിങ്ങൾക്ക് വരുന്ന ടോപ്പിക്സ് ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഹു ഈസ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ടാലന്റ് പോലെ ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഹു ഈസ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ നിലവിലുള്ള പ്രസിഡന്റ് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് നരേന്ദ്രമോദി ഉണ്ട്, രാംനാഥ് കോവിന്ദ്, ദ്രൗപദി മുർമു, പ്രണബ് മുഖർജി. അപ്പോൾ നമുക്ക് ആൻസർ വരാൻ കുട്ടികൾക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം. ഹു ഈസ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ്രൗപദി മുർമു. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കണം കേട്ടോ. അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് അതായത് എത്ര തവണ റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ മാക്സിമം റിപ്പീറ്റ് ചെയ്യണം. കുട്ടികൾക്ക് എങ്ങനെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നിടത്തോളം അവരിത് ക്യാച്ച് ചെയ്യണം. ഈ പാറ്റേൺ ഇതൊക്കെ നോക്കാൻ പറ്റുമോ കാര്യങ്ങളൊക്കെ നോക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. വിച്ച് വെഹിക്കിൾ ഈസ് യൂസ്ഡ് ടു ട്രാവൽ ഓൺ വാട്ടർ. താഴെ കുറച്ച് വെഹിക്കിൾസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്തൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? താഴെ ഒരു ബോട്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു സൈക്കിൾ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ട്രെയിൻ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു കാറും കൊടുത്തിട്ടുണ്ട്. ഇതിൽ വാട്ടറിലൂടെ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു വെഹിക്കിൾ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ആൻസർ അറിയാം. എന്താണ് ആൻസർ നമുക്കറിയാം. ബോട്ടാണ് അല്ലേ. ബോട്ടാണ് നമ്മൾ വാട്ടറിലൂടെ ട്രാവൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വെഹിക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ ബോട്ട് എഴുതണം കേട്ടോ. ഓക്കെ, കാരണം നമുക്കറിയാം വെള്ളത്തിലൂടെ നമുക്ക് സൈക്കിൾ ഓടിക്കാൻ കഴിയില്ല. സൈക്കിൾ നമ്മൾ ഒരു റൂട്ടിലൂടെ ട്രാവൽ ചെയ്യുന്ന ഒരു വെഹിക്കിളാണ്. ട്രെയിൻ ആണെങ്കിൽ ലാൻഡാണ്, അതുപോലെ തന്നെ കാറാണെങ്കിൽ ലാൻഡാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഹൗ മെനി ടെൻസ് ആർ ദർ ഇൻ ദ നമ്പർ 99? 99 എന്ന് പറയുന്നതിൽ എത്ര ടെന്ന് ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര ടെന്നുകളാണ് 99 നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ ആൻസർ എന്താണ്? 9 ആണ് വരിക അല്ലേ. 9 ടെന്നുകളുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര ടെന്നുകളുണ്ട്? 10, 20, അങ്ങനെ 9 ടെന്നാണുള്ളത് അല്ലേ. നോക്കിയാൽ മതി. ഹൗ മെനി ടെൻസ് ആർ ദർ ഇൻ ദ നമ്പർ 99? 99ൽ എത്ര ടെന്നുകളുണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 9 ടെന്നുകളാണ് 99 ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ദിസ് അനിമൽ. താഴെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ടല്ലേ. ഒരു നല്ലൊരു അടിപൊളി പിക്ചർ താഴെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ പിക്ചർ അതിലുള്ള ഒരു അനിമൽ ഉണ്ട്. ആ അനിമൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഓപ്ഷൻസിലേക്ക് കിടക്കാം. ക്യാറ്റ് ഉണ്ട്, ഡോഗ് ഉണ്ട്, കൗ ഉണ്ട്, ഹോഴ്സ് ഉണ്ട്. നമ്മൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും നമ്മളൊക്കെ സ്ഥിരം കാണുന്ന ഒരു അനിമലാണ് അല്ലേ. ഒരു അനിമലാണ്. അപ്പോൾ ഏത് അനിമലാണിത് എന്നാലോചിച്ചോ. ക്യാറ്റ് ആണോ, ഡോഗ് ആണോ, ഹോഴ്സ് ആണോ, കൗ ആണോ അല്ലേ. നമുക്ക് ആൻസർ കൗ ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. വാട്ട് ഈസ് എ ജോയ്സ്റ്റിക്ക് യൂസ്ഡ് ഫോർ? ജോയ്സ്റ്റിക്ക് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ജോയ്സ്റ്റിക്ക് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ജോയ്സ്റ്റിക്ക് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഫുഡ് ഓപ്ഷൻസിലേക്ക് കിടക്കാം. നമുക്ക് കുക്കിംഗ് ഫുഡ് ഉണ്ട്, അതുപോലെ തന്നെ പ്ലേയിങ് വീഡിയോ ഗെയിംസ് ഉണ്ട്, റൈറ്റിംഗ് സ്റ്റോറീസ് ഉണ്ട്, ഹിയറിംഗ് മ്യൂസിക് ഉണ്ട്. അപ്പോൾ നമ്മൾ ഏതാ ആൻസർ കൊടുക്കാൻ പറ്റുക ഒന്ന് ആലോചിച്ച് നോക്കൂ. വാട്ട് ഈസ് എ ജോയ്സ്റ്റിക്ക് യൂസ്ഡ് ഫോർ? ജോയ്സ്റ്റിക്ക് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഫുഡ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? വീഡിയോ ഗെയിംസ് കളിക്കാൻ വേണ്ടിയിട്ടാണോ? റൈറ്റിംഗ് സ്റ്റോറീസ് ആണോ? ഹിയറിംഗ് മ്യൂസിക് ആണോ? അല്ല. നമുക്കറിയാം എന്താണ് ഓപ്ഷൻ ബി ഈസ് ദ പ്ലേയിങ് വീഡിയോ ഗെയിംസ് ഈസ് ദ റൈറ്റ് ആൻസർ അല്ലേ. വീഡിയോ ഗെയിംസ് കളിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആ ഡിവൈസാണ് ജോയ്സ്റ്റിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ ഈ സ്ട്രീമിങ്ങിലുള്ള അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. കൗണ്ട് ദ സൈഡ്സ് ഓഫ് ദ ഇമേജ് പ്രൊവൈഡഡ് ബിലോ. താഴെ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ക്വസ്റ്റ്യൻ്റെ താഴെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഇമേജ് കൊടുത്തിട്ടുണ്ട്. ആ ഇമേജിലുള്ള സൈഡ്സുകൾ കൗണ്ട് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് സൈഡ്സുകൾ കൗണ്ട് ചെയ്ത് നോക്കാം. ഏതൊക്കെയാണ്? നമുക്ക് സൈഡ്സുകൾ കൗണ്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഒരു സൈഡ് ഇതിലെ 1, 2, 3, 4, 5, 6, 7, 8 അല്ലേ. അപ്പോൾ 8 സൈഡുകളാണ് നമുക്ക് ഈ താഴെ കൊടുത്തിട്ടുള്ള ഈ പിക്ചറിൽ നമുക്ക് കാണാൻ പറ്റും. എത്ര സൈഡുകളാണ്? 8 സൈഡുകളാണ് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ആൻസർ എങ്ങനെ എഴുതണം? 1, 2, 3, 4, 5, 6, 7, 8 സൈഡ്സുകളാണ് നമുക്ക്
ഇതിൽ താഴെ കാണാൻ പറ്റുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒന്നുകൂടി നമുക്ക് പറയാം. ഇഫ് യു ഹാവ് 5 ആപ്പിൾസ് ആൻഡ് യു ഗിവ് 2 away, ഹൗ മെനി ആപ്പിൾസ് ഡു യു ഹാവ് ലെഫ്റ്റ് വിത്ത് യു? നമ്മൾ 5 ആപ്പിളുകൾ കയ്യിലുണ്ട്, 2 ആപ്പിൾ നമ്മൾ കൊടുത്തു, ബാക്കി എത്ര ആപ്പിളുകൾ ഉണ്ടാവും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് തേർഡ് അതിൽ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് വേർഡ് ഈസ് ദ ഓപ്പോസിറ്റ് ഓഫ് അപ്പ്? വാട്ട് ഡു യു യൂസ് ടു കട്ട് പേപ്പർ? വിച്ച് ഫ്രൂട്ട് ഈസ് നോൺ ടു കീപ് ഡോക്ടേഴ്സ് അവേ when it is eaten every day? Who is the president of India? Which vehicle is used to travel on water? How many tens are there in the number 99? Identify the animal. What is the joystick used for? Count the sides of the image provided below. അപ്പോൾ ഈ 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ബാക്കി നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ കുട്ടികൾക്ക് എല്ലാവർക്കും എഴുതുന്ന എല്ലാ കുട്ടികൾക്കും ഐസെറ്റ് കിട്ടുന്ന രൂപത്തിലാണ് പ്രാവശ്യം നമുക്ക് ഐസെറ്റ് എക്സാമിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. എല്ലാ കുട്ടികളും നമുക്കറിയാം പണ്ടത്തെ കുട്ടികളെ പോലെ നല്ല ഐക്യു ലെവൽ കൂടിയ കുട്ടികളാണ്. അപ്പോൾ നമ്മൾ കുട്ടികളെ നന്നായിട്ടൊന്ന് പ്രൊമോട്ട് ചെയ്താൽ മതി, കുട്ടികൾക്ക് കഴിയും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.